ഡിസംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. തിരുവചനം: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്ക 2:19. പലസ്തീനയിലെ ഒരു ചെറുഗ്രാമമായ നസ്രത്തിലെ കന്യാമറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. ദൈവപദ്ധതി അനുസരിച്ച് വരുവാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മ ആകുവാനുള്ള അനുഗ്രഹം മറിയത്തിന് ലഭിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലമാണ് പാപരഹിതയായി അമലോത്ഭവയായി ജനിക്കുവാനുള്ള ഭാഗ്യം. മറിയത്തെ സ്നേഹിക്കുന്ന മക്കളായ നമുക്ക് നന്മ നിറഞ്ഞ മറിയത്തോടൊപ്പം സന്തോഷിക്കാം. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവത്തിന് നന്ദി ചൊല്ലാം. മറിയത്തോടൊപ്പം സ്തോത്രഗീതം ആലപിക്കാം. വിശുദ്ധിയിൽ ജനിച്ച പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന് നൽകിയ സമ്മാനം അനുദിനം വിശുദ്ധിയിൽ ജീവിച്ച് വളർന്നുകൊണ്ടുള്ള തൻ്റെ ജീവിതമാണ്. കർത്താവിൻ്റെ ദാസിയായി ജീവിതം സമർപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ബത്ലഹേമിലെ ആട്ടിടയന്മാർ ശിശുവിനെക്കുറിച്ച് ദൈവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതാണ് വിശുദ്ധി എന്ന് മറിയം ഇവിടെ തിരിച്ചറിയുകയാണ്. ജെറൂസലേം ദൈവാലയത്തിൽ വെച്ച് യേശു ചോദിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണം എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒന്നും പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ മറിയം ഒരു സന്തോഷം അനുഭവിച്ചു. എല്ലാ വിശുദ്ധരും വിശുദ്ധിയിൽ വളരുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം. കാൽവരിയിലെ സഹരക്ഷകയായ മാതാവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ബലിവസ്തുവായി സമർപ്പിച്ചുകൊണ്ട് അനുദിനം ഞങ്ങൾ വിശുദ്ധിയിൽ വളരുവാനുള്ള അനുഗ്രഹം നൽകി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.